ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഫെബ്രുവരി 23 ചൊവ്വാഗ്രഹം കുംഭരാശിയിലേക്ക് രാശി മാറും. കുംഭരാശിയിലെ രാഹുവുമായിട്ട് ചൊവ്വയ്ക്ക് യോഗം വരുന്നു. അങ്കാരക യോഗം എന്ന ഒരു യോഗം കുംഭരാശിയിൽ വരുന്നു. അപ്പോൾ ചൊവ്വയുടെ കുംഭരാശിയിലേക്കുള്ള രാശിമാറ്റവും അങ്കാരക യോഗവും ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. 2026 ഫെബ്രുവരി 23 ചൊവ്വാഗ്രഹം കുംഭരാശിയിലേക്ക് രാശി മാറും. ഏപ്രിൽ 1 വരെ ചൊവ്വാഗ്രഹം കുംഭരാശിയിലുണ്ടാകും. കുംഭരാശി എന്ന് പറയുമ്പോൾ കാലപുരുഷൻ്റെ നേട്ടത്തിൻ്റെ സ്ഥാനമാണ്, 11ാം ഭാവമാണ്. ആ രാശി എന്ന് പറയുന്നത് ഒരു വായുതത്വ രാശിയാണ്. അവിടെ രാഹു, സൂര്യൻ, ബുധൻ, ശുക്രനൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ആ കുംഭരാശിയിൽ. ആ സമയത്താണ് ചൊവ്വാഗ്രഹം കുംഭരാശിയിലേക്ക് രാശി മാറുന്നതും ആ ചൊവ്വയ്ക്ക് രാഹുവുമായിട്ട് അങ്കാരക യോഗം എന്ന യോഗം ആ കുംഭരാശിയിൽ സംഭവിക്കുന്നത്. പൊതുവെ 11ാം ഈ കുംഭരാശി എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ ഗ്രഹങ്ങൾ കാലപുരുഷൻ്റെ നേട്ടത്തിൻ്റെ സ്ഥാനമായതുകൊണ്ട് പൊതുവെ ഇച്ഛാശക്തിയൊക്കെ കൂടുന്ന സമയമാണ്. ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള തീവ്ര ശ്രമങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും ഈ രാഹുവും കുജനുമായിട്ടുള്ള യോഗം അവിടെ വരുമ്പോൾ പൊതുവെ ഒരു ക്ഷമയില്ലായ്മ, അഗ്രസീവായിട്ടുള്ള എനർജി കൂടുന്ന സമയമായിരിക്കും. ഈഗോ ക്ലാഷസ്, മാനസിക സംഘർഷമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ ഈ സമയത്ത് ഉണ്ടാകാം. കഴിവതും എന്ത് തീരുമാനം എടുക്കുമ്പോഴും അതീവ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. പൊതുവെ സമ്മർദ്ദങ്ങളുടെ സമയം എന്ന് തന്നെ പറയാം. അപ്പോൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ചിലപ്പോൾ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വളരെ തീരുമാനം എടുക്കുന്നതിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാവുന്ന സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, ചിലപ്പോൾ നിയമപ്രശ്നങ്ങൾ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് പൊടുന്നതിന് ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ പൊതുവെ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സംഭവവാസങ്ങൾ, ചിലപ്പോൾ എന്തെങ്കിലും നേട്ടങ്ങളാകാം, ചിലപ്പോൾ എന്തെങ്കിലും ദോഷങ്ങളും, നമുക്ക് പ്രവചനാതീതമായ നേട്ടങ്ങളും ദോഷങ്ങളും ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ചൊവ്വയുടെ കുംഭരാശിയിലേക്കുള്ള രാശിമാറ്റവും അതുപോലെ ഈ കുംഭരാശിയിൽ രാഹുവും ചൊവ്വയൊക്കെ യോഗം ചെയ്യുക വഴി ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഏത് രീതിയിലായിരിക്കും അത് സ്വാധീനിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ചൊവ്വയുടെ രാശിമാറ്റവും അങ്കാരക യോഗം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും, അതായത് മകം, പൂരം, ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് എങ്ങനെയാണ് അതിൻ്റെ ഗുണദോഷങ്ങളും നോക്കാം. ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് 4ാം ഭാവാധിപനാണ്, 9ാം ഭാവാധിപനാണ് എന്ന് പറയുമ്പോൾ യോഗകാരകനായിട്ടുള്ള ചൊവ്വ ഗുണം ചെയ്യുന്ന ഗ്രഹമാണ്. അങ്ങനെയുള്ള ഒരു ഗ്രഹം ഫെബ്രുവരി 23 അവരുടെ 7ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 1 വരെ ആ ചൊവ്വാഗ്രഹം 7ാം ഭാവരാശിയിൽ ഉണ്ടാകും. 7ലിപ്പോൾ രാഹു, സൂര്യൻ, ബുധൻ, ശുക്രനൊക്കെ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ആ സമയത്താണ് ചൊവ്വാഗ്രഹവും 7ലേക്ക് രാശി മാറുന്നത്. അങ്ങനെ രാഹുവും ചൊവ്വയുമായിട്ടുള്ള ആ യോഗം 7 ഒരു അങ്കാരക യോഗം എന്നൊരവസ്ഥ 7 വരുന്നുണ്ട്. 7 പറയുമ്പോൾ നമുക്കറിയാം ലൈഫ് പാർട്ട്ണർഷിപ്പിൻ്റെയും ബിസിനസ് പാർട്ട്ണർഷിപ്പിൻ്റെയൊക്കെ സ്ഥാനമാണ്. അപ്പോൾ ആ സ്ഥാനത്താണ് ആ ചൊവ്വയും രാഹുവുമായിട്ട് യോഗം വരുന്നത്. അപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയവും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ അപസ്വരങ്ങൾ, തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. തെറ്റിദ്ധാരണകൾ, ഈഗോ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കരുതൽ വേണ്ടുന്ന സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക. പൊതുവെ ക്ഷമ, അച്ചടക്കം ഈ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകണം. കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ 9ാം ഭാവാധിപനും കൂടിയാണ് ചൊവ്വ. ആ ചൊവ്വ 7 വരിക എന്ന് പറയുമ്പോൾ പിതാവിനോ ജാതകനോ ചിലപ്പോൾ വിദേശ ബന്ധം വഴിയോ അല്ലെങ്കിൽ ജീവിത പങ്കാളി വഴിയോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് വഴിയോ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതേസമയം ഈ 9ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 11 ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും പിതാവിൻ്റെ
വ്യക്തിബന്ധങ്ങൾ, അതുപോലെ സൗഹൃദങ്ങൾ, അതുപോലെ സോഷ്യൽ റിലേഷൻസ്, ഇവ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പിതാവിനുണ്ടാകാനും സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. എങ്കിലും രാഹുവും ചൊവ്വയൊക്കെ ആ 7 വരിക എന്ന് പറയുമ്പോൾ പിതാവ്, അതുപോലെ ജീവിത പങ്കാളി, അതുപോലെ ബിസിനസ് പാർട്ട്നേഴ്സ്, ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത്രത്തോളം സ്മൂത്ത് ആകണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക. കുജൻ 4-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഈ സമയത്ത്. ചിലർക്ക് ഉപജീവനത്തിനായിട്ട് ദൂരസ്ഥലത്തേക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു അവസരമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതുപോലെ തന്നെ 7 ഈ എല്ലാ ഗ്രഹങ്ങളും 7 നിൽക്കുകയാണ്. രാഹു, അതുപോലെ ചൊവ്വ, സൂര്യൻ, ഈ ഗ്രഹങ്ങളെല്ലാം 7 നിൽക്കുന്ന സമയമാകുമ്പോൾ പൊതുവെ അഗ്രസീവ് എനർജി കൂടുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് 7 വരുന്നത്. അപ്പോൾ എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു ജാഗ്രത വേണ്ടുന്ന സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഈ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായെന്നൊക്കെ വരാം. കുജൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, 2-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, അതുപോലെ 10-ാം ഭാവരാശിയിലൊക്കെ ആ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. പൊതുവെ അഗ്രസീവ് എനർജിയൊക്കെ കൂടുന്ന സമയമായതുകൊണ്ട് സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അത് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നും കൂടെ മനസ്സിലാക്കുക. കഴിവതും പ്രകോപനപരമായിട്ടൊക്കെ റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അല്പം കെയർ വേണം. തൊഴിലിലൊക്കെ കർക്കശ നിലപാടുകളൊക്കെ സ്വീകരിക്കുന്ന സമയമാണ്. എങ്കിലും തൊഴിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. വിദേശ വ്യാപാരം വഴിയൊക്കെ ചില ഗുണാനുഭവങ്ങൾ ഈ കുറുകാർക്കുണ്ടാകാം. കമ്മ്യൂണിക്കേഷനിലും പൊതുവെ റിലേഷൻഷിപ്പിലും ഒരു കരുതൽ വേണ്ടുന്ന സമയമായിട്ട് ഈ കുജൻ്റെ രാശിമാറ്റവും അങ്കാരക യോഗം 7-ൽ വരിക വഴിയും ഈ ചുങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ഈ ഏരിയകളിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയം എന്ന് തന്നെ പറയാം. ഇനി കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഈ ചൊവ്വാഗ്രഹം കുംഭരാശിയിലേക്ക് രാശി മാറുന്നതും, അതുപോലെ കുംഭരാശിയിൽ ചൊവ്വയും അതുപോലെ രാഹുവുമായിട്ടുള്ള അങ്കാരക യോഗം വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. കന്നിക്കുറുകാരെന്ന് പറയുമ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം, അതുപോലെ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് 3-ഉം 8-ഉം ഭാവാധിപനാണ്. അപ്പോൾ 3-ഉം 8-ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഫെബ്രുവരി 23-ന് 6-ലേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 1 വരെ ആ ചൊവ്വ 6-ൽ സ്ഥിതി ഉണ്ടാകും. 6-ലിപ്പോൾ രാഹുവുണ്ട്, സൂര്യനുണ്ട്, ബുധനുണ്ട്, ശുക്രനുണ്ട്. 6-ൽ ഈ 4 ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്ന സമയത്താണ് ചൊവ്വാഗ്രഹം 6-ലേക്ക് രാശി മാറുന്നതും അവിടെ രാഹുവുമായിട്ട് ആ ചൊവ്വയ്ക്ക് യോഗം വരുന്നതും. അങ്ങനെ ഒരു അങ്കാരക യോഗാവസ്ഥ 6-ൽ ഉണ്ടാവുകയും ചെയ്യുന്നു. പൊതുവെ 6 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മത്സര സ്വഭാവത്തിൻ്റെ രാശിയാണ്, ശത്രുതയുടെ രാശിയാണ്, ആരോഗ്യ പ്രശ്നങ്ങളുടെയൊക്കെ രാശിയാണ്, അതുപോലെ ദൗർഭാഗ്യങ്ങളുടെയും അതുപോലെ കടബാധ്യതകളുടെയൊക്കെ സ്ഥാനമാണ് ഈ 6-ാം ഭാവം എന്ന് പറയുന്നത്. അവിടെ ചൊവ്വ അഷ്ടമ ഭാവാധിപനായിട്ട് 6-ലേക്ക് വരികയാണ്. അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6-ലേക്ക് വരിക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ്. അപ്പോൾ അത് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ വ്യായാമത്തിലൂടെ യോഗയിലൂടെയൊക്കെ തന്നെ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം കണ്ടെത്താൻ കഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ കടബാധ്യത തീർക്കുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഈ കുറുകാർക്ക് ഉണ്ടാകാം. ശത്രുക്കളിലേക്ക് നീക്കങ്ങൾ പരാജയപ്പെടുത്താനൊക്കെ കഴിയും. ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ തന്നെ ഹാർഡ് വർക്കിലൂടെ അവർക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്ന സമയം കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ 8-ാം ഭാവത്തിൻ്റെ 11-ലാണ് ആ ചൊവ്വ വരുന്നു എന്നുള്ളത് കൊണ്ട് ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, ചിലപ്പോൾ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റൊക്കെ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ചൊവ്വ 3-ാം ഭാവാധിപനും കൂടിയാണ്. 3-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അഷ്ടമത്തിൽ ഈ 3-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6-ലേക്ക് വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ വിദ്വേഷങ്ങൾ ഈ സമയത്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ വിദ്വേഷം ഉണ്ടാകാതെ നോക്കണം. അതുപോലെ തന്നെ അയൽവക്കക്കാരുമായിട്ടും ഒക്കെയുള്ള അവരുടെ റിലേഷൻഷിപ്പിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ട്സ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. 3-ലൊക്കെ രാഹുവും ചൊവ്വയൊക്കെ യോഗം ചെയ്യുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ഈ അങ്കാരക യോഗം 6-ലൊക്കെ വരുന്ന സമയമൊക്കെ ആയതുകൊണ്ട് അല്പം വീറും വാശിയൊക്കെ കൂടുന്ന സമയമാണ്. ശത്രുക്കളെ കീഴടക്കാനുള്ളൊരു കഴിവൊക്കെ അവർക്ക് നൽകും. എങ്കിലും രാഹു
നമുക്ക് പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കുന്നതിനും ചിലപ്പോൾ അത് വഴിതെളിച്ചു എന്നൊക്കെ വരാം. അവിടെയൊക്കെ ശ്രദ്ധിക്കണം. കഴിവതും നമ്മൾ നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ ചതി വഞ്ചന വഴിയൊക്കെ കാര്യസാധ്യത്തിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. അവിടെയൊക്കെ ഒരു കെയർ വേണം. അതുപോലെ തന്നെ നമുക്ക് ഈ അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാതെ നോക്കണം. പ്രത്യേകിച്ച് 6-ലാണ് രാഹുവും ചൊവ്വയൊക്കെ വരുന്നത്. അത് ശത്രുക്കളെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയുമെങ്കിലും പുതിയ പുതിയ ശത്രുക്കളൊക്കെ ഉണ്ടാകാവുന്ന സമയവും കൂടിയാണെന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങൾ ഒഴിവാക്കുന്നതിനും സ്വയം പരിരക്ഷയ്ക്കും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. കുജൻ 9, 12 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജന്മരാശിയിലും ആ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഈ ഗുരുക്കന്മാര്, അധ്യാപകര്, അതുപോലെ പിതൃ സമാനരായിട്ടുള്ള വ്യക്തികൾ, അവരോടൊക്കെ നമ്മൾ അവരുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഒരു കെയർ വേണം. അവരോട് ശത്രുത ഒഴിവാക്കണം. അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ അഗ്രസീവ് എനർജി ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ യാത്രകളിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. ചതി വഞ്ചന വഴിയൊക്കെ ധനം നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. ധനച്ചെലവ് അതുവഴിയൊക്കെ ചിലപ്പോൾ ധനച്ചെലവ് കൂടുന്നതിനും സാധ്യതയുണ്ട്. പൊതുവെ അഗ്രസീവ് എനർജി കൂടാവുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ചൊവ്വയും അതുപോലെ തന്നെ ശനിയൊക്കെ തന്നെ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. രണ്ടും ശത്രുഗ്രഹങ്ങളാണ് ജന്മരാശി ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ റാഷായിട്ടുള്ള ഒരു ബിഹേവിയർ ഈ സമയത്ത് ഉണ്ടാകാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കുക. ഇനി തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ചൊവ്വ കുംഭരാശിയിലേക്ക് രാശി മാറുന്നതും അതുപോലെ കുംഭരാശിയിൽ ചൊവ്വയും രാഹുവുമായിട്ട് യോഗം വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ചൊവ്വ 2-ാം ഭാവാധിപനുമാണ്, 7-ാം ഭാവാധിപനുമാണ്. ഫെബ്രുവരി 23-ന് 2, 7 ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അവരുടെ 5-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 1 വരെ ആ ചൊവ്വ 5-ാം ഭാവരാശിയിൽ ഉണ്ടാകും. 5-ൽ രാഹുവും അതുപോലെ സൂര്യനും ബുധനും ശുക്രനും ഒക്കെ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ആ സമയത്താണ് ചൊവ്വ 5-ലേക്ക് രാശി മാറുന്നത്. രാഹുവുമായിട്ട് ചൊവ്വയ്ക്ക് 5-ൽ യോഗം വരുന്നു. അങ്ങനെ അങ്കാരക യോഗം 5-ാം ഭാവരാശിയിൽ വരുന്ന സമയമാണ്. 5-ാം ഭാവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സന്താനങ്ങളുടെ സ്ഥാനമാണ്, ക്രിയേറ്റിവിറ്റിയുടെ സ്ഥാനമാണ്, പ്രണയത്തിൻ്റെ സ്ഥാനമാണ്, പൂർവ്വപുണ്യത്തിൻ്റെ സ്ഥാനമാണ്, ഈശ്വരവിശ്വാസത്തിൻ്റെയും സ്പെക്കുലേഷൻ്റെ ഒക്കെ സ്ഥാനമാണ് ഈ 5-ാം ഭാവം എന്ന് പറയുന്നത്. അവിടെയാണ് ചൊവ്വയും രാഹുവുമായിട്ട് യോഗം വരുന്നത്. അപ്പോൾ 7-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 5-ൽ പ്രത്യേകിച്ച് അഫ്ലിക്റ്റഡ് ആകുന്ന സമയമായതുകൊണ്ട് ഈ 5-ാം ഭാവാധിപനായിട്ടുള്ള ആയതുകൊണ്ടും അതുപോലെ 5-ാം ഭാവാധിപനായിട്ടുള്ള ശനി 6-ൽ സ്ഥിതി ചെയ്യുന്ന സമയമായതുകൊണ്ടും പൊതുവെ നമ്മൾ പ്രണയബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ സഡൻ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രണയവിവാഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ജീവിത പങ്കാളിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഈ സമയത്തുണ്ടാകാം. ചിലർക്ക് ഒന്നിലധികം പ്രണയബന്ധം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. കഴിവതും എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിൽ ഇപ്പോൾ കെയർ വേണം. അപവാദങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് എന്നുകൂടെ മനസ്സിലാക്കുക. അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ആ പ്രവർത്തനങ്ങളിലേക്കൊക്കെ മനസ്സ് പോകാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ക്രിയേറ്റീവ് തലത്തിൽ പുതിയ ആശയങ്ങളൊക്കെ ഉണ്ടാകാം, ആശയങ്ങളും വീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകാം. എങ്കിലും അവയിലൊക്കെ തന്നെ ചിലപ്പോൾ വിമർശനങ്ങളും നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. റിസ്കി ആയിട്ടുള്ള സ്പെക്കുലേഷൻ കഴിവതും ഈ സമയത്ത് ഒഴിവാക്കണം. സന്താനങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ ഭിന്നത ഈ സമയത്ത് ഉണ്ടാകാതെ നോക്കണം. 7-ാം ഭാവാധിപൻ ആയിട്ടുള്ള ആ ചൊവ്വ ഭാവത്തിൻ്റെ 11-ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ, ജീവിത പങ്കാളി വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. 7-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ രാഹുവുമായിട്ട് 5-ൽ യോഗം വരിക എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളി വഴിയോ ജീവിത പങ്കാളി അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർ ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കുജൻ 2-ാം ഭാവാധിപനും കൂടിയാണ്. ആ 2-ാം ഭാവാധിപൻ 5-ൽ പ്രത്യേകിച്ച് കാലപുരുഷൻ്റെ 11-ലൊക്കെ വരിക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഈ കൂറുകാർക്ക് ഈ സമയത്ത് ഉണ്ടാകാം. അത് ചിലപ്പോൾ ലോട്ടറി വഴിയോ ഗാംബ്ലിംഗ് വഴിയോ
ഒക്കെ ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് ഓഹരി വിപണി വഴി സ്പെക്കുലേഷൻ വഴിയൊക്കെ ചിലപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്രിയേറ്റിവിറ്റി വഴിയും ചിലപ്പോൾ ധനാഗമനം ഈ സമയത്തുണ്ടാകാം. ഇപ്പോൾ രാഹുവും കുജനും ഒക്കെ യോഗം 5-ൽ വരിക എന്ന് പറയുമ്പോൾ ഏത് കാര്യത്തിലായാലും കഴിവതും നമ്മൾ സഡനായിട്ടുള്ള ഡിസിഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബത്തിലൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഈ സമയത്തുണ്ടാകാം. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സമാധാനം കുറയ്ക്കുന്നതിന് ഇടയാവുന്ന എന്തെങ്കിലും സംഭവവാസങ്ങൾ ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ 5-ാം ഭാവത്തിലൊക്കെയാണ് ഈ ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നത്. അവിടെ രാഹുവും ചൊവ്വയായിട്ടുള്ള യോഗമൊക്കെ വരുന്നത്. അപ്പോൾ ഈശ്വര ചിന്ത കൂട്ടുന്നതിന് നമ്മൾ കൂട്ടുന്നതും അതുപോലെ മന്ത്രസിദ്ധിയൊക്കെ വരുത്തി പോകുന്നവർക്ക് മനസ്സംഘർഷമൊക്കെ കുറയാൻ അത് സഹായകമാകും. കുജൻ 8, അതുപോലെ 11, 12 രാശികളിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ, അതുപോലെ ഈ രക്തസംബന്ധം, രക്തദൂഷ്യം, BP, അതുപോലെ പൈൽസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരൊക്കെ അവരുടെ ആ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം. അതുപോലെ തന്നെ ദൂരയാത്രകളിലും അല്പം കെയർ വേണം. പൊതുവേ നമ്മുടെ സാമ്പത്തികമായിട്ടൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും ചിലർക്ക് ലാൻഡഡ് പ്രോപ്പർട്ടിയൊക്കെ ചിലപ്പോൾ കൈവശം വന്നു ചേരുന്നതിനും സാധ്യതയുണ്ട്. സമൂഹത്തിൽ ചിലപ്പോൾ ഉന്നതരായിട്ടുള്ള വ്യക്തികളെ കണ്ടുമുട്ടുന്നതിനും അവർ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വാധീനമൊക്കെ ഈ കുറുകാർക്ക് ഉണ്ടാകുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. പൊതുവെ ഭോഗ ആസക്തിയൊക്കെ കൂടുന്ന സമയമാണെന്ന് ഇവിടെ മനസ്സിലാക്കുക. ജീവിത പങ്കാളി വഴിയോ അല്ലെങ്കിൽ കുടുംബത്തിൽ കമ്മിറ്റ്മെൻറ്റ് കൂടുക വഴിയോ ധനച്ചെലവ് കൂടുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഇനി വൃശ്ചിക കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ചൊവ്വാഗ്രഹം കുംഭരാശിയിലേക്ക് രാശി മാറുന്നതും അതുപോലെ കുംഭരാശിയിൽ രാഹുവും ചൊവ്വയുമായിട്ട് യോഗം വരുന്നതും അങ്ങനെ അങ്കാരക യോഗം കുംഭരാശിയിൽ വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ വൃശ്ചിക കുറുകാരെന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അതുപോലെ അനിഴൻ തൃക്കേട്ട നക്ഷത്രക്കാരെയാണ്. വൃശ്ചിക കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് ജന്മലഗ്ന രാശ്യാധിപനുമാണ്, 6-ാം ഭാവാധിപനുമാണ്. അങ്ങനെ 1ഉം 6ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഫെബ്രുവരി 23-ന് അവരുടെ 4-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 1 വരെ ആ ചൊവ്വ 4-ാം ഭാവരാശിയിൽ ഉണ്ടാകും. 4-ാം ഭാവരാശിയിൽ ഇപ്പോൾ സൂര്യനും രാഹുവും ബുധനും ശുക്രനും ഒക്കെ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ഈ സമയത്താണ് ചൊവ്വാഗ്രഹം 4-ലേക്ക് രാശി മാറുന്നത്. 4-ലാണ് രാഹുവും ചൊവ്വയുമായിട്ടുള്ള യോഗം, അങ്കാരക യോഗം വരുന്നത്. അപ്പോൾ ഈ 4-ാം ഭാവം എന്ന് പറയുമ്പോൾ മാതാവിൻ്റെ സ്ഥാനമാണ്, കുടുംബത്തിൻ്റെ സ്ഥാനമാണ്, സ്ഥാവര വസ്തുക്കളുടെയൊക്കെ സ്ഥാനമാണ്, ഭവനം, വാഹനം, അതുപോലെ പഠനം, അതുപോലെ പൊതുവായിട്ടുള്ള ഒരു ഹാപ്പിനെസ് സ്ഥാനമാണ് ഈ 4-ാം ഭാവം എന്ന് പറയുന്നത്. ആ 4-ാം ഭാവ രാശിയിലാണ് ഈ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ രാശി മാറുന്നത്. അപ്പോൾ ഈ വീട്, വാഹനം, വസ്തുക്കളൊക്കെ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വീട് റിനോവേറ്റ് ചെയ്യുന്നതിനൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 4-ൽ വരിക എന്ന് പറയുമ്പോൾ അവിടെ രാഹുവും ചൊവ്വയുമായിട്ട് ആ 4-ൽ യോഗം വരികയും കൂടെയൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവാസങ്ങൾ, അത് മുഖാന്തരം ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, പൊടുന്നനെ വാഗ്വാദങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു കരുതൽ വേണം. അത് കുടുംബത്തിൽ സ്വസ്ഥത കുറയ്ക്കും, സുഖം കുറയ്ക്കും, സമാധാനം കുറയ്ക്കുന്നതിനൊക്കെ അത് വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് കുടുംബ പ്രോപ്പർട്ടി. അതുപോലെ കടബാധ്യതകൾ കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഈ സമയത്തുണ്ടാകും. നമുക്ക് വിൽക്കാനാകാത്ത പ്രോപ്പർട്ടിയൊക്കെ ചിലപ്പോൾ വിറ്റുപോകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പൊതുവേ അവിടെ ഈ മാതാവുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ ഒക്കെയുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. പൊതുവേ നമുക്ക് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. അതുപോലെ നമ്മുടെ സെർവൻസ് വഴി കൂടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ പൊതുവെ ഒരു സംഘർഷം ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കഴിവതും പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതെ നോക്കണം. അല്പക്ഷമ,
അതുപോലെ സംയമനമൊക്കെ വേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് 4-ല് രാഹു, ചൊവ്വ, സൂര്യനൊക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു കുടുംബത്തിലൊരു സുഖക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. കഴിവതും ഡിപ്ലോമാറ്റിക്കായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകണം. അതുപോലെ 6-ാം ഭാവാധിപൻ ഈ നമുക്ക് ആ ചൊവ്വ 6-ാം ഭാവാധിപനാണ്, ഭാവത്തിൻ്റെ 11-ലാണ് വരുന്നത്. ചിലപ്പോൾ ശത്രുക്കൾ വഴിയോ അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ വഴിയോ ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാം. ഇപ്പം ഈ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും ചിലപ്പോൾ അതിലെന്തെങ്കിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ചൊവ്വ 7, 10, 11 രാശികളിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കണം, ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം, വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ കഴിവതും സഡൻ ഡിസിഷൻ ഒഴിവാക്കണം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിലിലൊക്കെ നമ്മൾ ആക്റ്റീവാകും, അതേസമയം തൊഴിലിടത്ത് റാഷായിട്ട് ബിഹേവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. തൊഴിലിടത്തെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധ വേണം. ഭരണതലത്തിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനൊരു ശ്രമമൊക്കെ ഉണ്ടാകും. ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി വാങ്ങുന്നതിനുമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ജ്യേഷ്ഠ സഹോദരനുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാനും ഈ കുറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.